ഇനി നമുക്കുണ്ടല്ലോ ചോറിലേക്കും ചപ്പാത്തിയിലേക്കും പുട്ടിലേക്കും ഒക്കെ പറ്റിയ ഒരു അടിപൊളി തക്കാളി കറി ആട്ടോ നമ്മൾ ഇന്ന് വെക്കുന്നത്. ഞാൻ സ്മിത. പാചകത്തിലേക്ക് പോവാട്ടാ, വയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ തക്കാളി കറി ആട്ടോ വെക്കുന്നത്. അപ്പൊ നമ്മൾ പൊട്ടിച്ചു കൊടുന്ന തക്കാളി ഇതാ 2 തക്കാളി, അധികം പഴുക്കാത്ത 2 തക്കാളിയാണ് നമ്മൾ കാലം കുറച്ച് നോക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു സവാള കാലം കുറച്ച് നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്കിതാ തീ കത്തിക്കാട്ടാ. നമ്മളിതാ ഒരു ചട്ടി തീ കത്തിച്ച് അടുപ്പമ്മ കയറ്റിയിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ചട്ടി ചൂടായി വന്നു. അതിലേക്ക് നോക്കി നമുക്കൊരു 2 ടീസ്പൂണിന്റെ അടുത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായോട്ടെ. ചട്ടി നല്ല ചൂടുള്ള കാരണം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ചൂടാകും. അപ്പൊ ഞാനിത് നമ്മൾ അരിഞ്ഞു വെച്ച് നമ്മുടെ സവോള ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം സവോള. സവോള നോക്കിയതാ ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുള്ളൂ കേട്ടാ. അപ്പൊ നമ്മളിതാ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നോക്കിയ നമ്മുടെ തക്കാളി ഉണ്ടല്ലോ, തക്കാളി ഇട്ട് കൊടുത്തു. ഒപ്പം തന്നെ ഇതാ അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവിനനുസരിച്ച് പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനതൊരു 3/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണുള്ളൂ, കാരണം നമ്മൾ പച്ചമുളക് ഇട്ടുണ്ടല്ലോ. പിന്നെ മല്ലിപ്പൊടി ഇതാ ഒരു 1.5 ടീസ്പൂണിന്റെ അടുത്തേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇതാ മഞ്ഞപ്പൊടി എന്താ ഒരു 1/4 ടീസ്പൂണേക്കാളും ഒരു തുണ്ട് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടാ. നമ്മളിത് ഇതിലിട്ട് വഴറ്റി ഒന്നും ചെയ്യില്ല, എല്ലാം നേരിട്ടിട്ടാണ്. എന്നിട്ടിതാ നമ്മള് 2-ാം പാല് 3 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാനിതാ 2-ാം പാൽ എടുത്തിട്ടുള്ളത്. അതായത് ഒരു 3/4 മുറി നാളികേരമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിലാണ് ഈ 2-ാം പാലും 3-ാം പാലും ഉപയോഗിച്ചാണ് നമ്മൾ ഈ 2-ാം പാലിന് നമ്മൾ കറി ഒഴിക്കുന്നത് കേട്ടാ. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. നമുക്കൊന്ന് തള വരുന്ന സമയത്ത് നമുക്കൊന്ന് മൂടി വെച്ചിട്ടോ കേട്ടാ. അപ്പോൾ തള വരട്ടെ. ഇതാ നോക്കിയാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടാ. ഉപ്പ് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാമല്ലോ. എന്നിട്ട് ഇതാ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് മൂടി വെച്ച് തക്കാളിക്ക് നന്നായി വെന്ത് കിട്ടുന്നവരെ ഒന്ന് മൂടി വെച്ച് കഴിക്കാം കേട്ടാ. ഇനി നമുക്കിട്ടല്ലോ ഇതാ മൂടി തുറന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ തക്കാളിക്ക് ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റായിട്ട് ഈ ഒരു കറി. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ എന്താ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതാ 1-ാം പാല് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിലേക്ക് വെച്ചെടുക്കാം. ഇനി ഒന്നും ചെയ്യില്ല, നമുക്കൊന്ന് താളിക്കുക മാത്രം വേണ്ട കേട്ടാ. കറി റെഡിയായി. പെട്ടെന്ന് തന്നെ വേഗം വെക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണിത്. അപ്പൊ ഞാനിതാ തീ കത്തിച്ച് താളിക്കാൻ വേണ്ടി നമ്മളിതാ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ചീനിച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതായത് നമ്മൾ അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ താളിക്കാനുള്ള അത്രയും മതി കേട്ടാ. ഇത്തിരി ഉള്ളി കൂടുതലൊക്കെ ഇട്ടിട്ട് താളിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. അപ്പൊ വെളിച്ചെണ്ണ ഒന്ന് ചൂടായോട്ടെ. വെളിച്ചെണ്ണയ്ക്ക് ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്കിതാ ചുവന്നുള്ളി വട്ടത്തിൽ നുറുക്കിയതാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി നല്ലൊരു ഗോൾഡൻ കളർ ആവട്ടെ കേട്ടാ. ഉള്ളി നോക്കിയേ ഇതേപോലെ കണ്ട നല്ലൊരു ഗോൾഡൻ കളർ വന്നു. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതാ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നോക്കിയേ നല്ല രസമുള്ള കണ്ട കറി കാണുമ്പോഴേ തന്നെ കണ്ട അധികം ചാറൊന്നും ഉണ്ടാവില്ല, അന്ന് അത്യാവശ്യത്തിന് ചാറും ഉണ്ട് കേട്ടാ. ഈ ഒരു കട്ടി മതി, നമുക്ക് ചോറിലൊക്കെ നന്നായിട്ട് കുഴച്ച് കഴിക്കാം. അപ്പൊ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷായറിനെ വിളിച്ചു തരാം കേട്ടാ. ഷായറിന് ഇഷ്ടമുള്ള കറിയാണ്. ഷായറിന്റെ കറികൾ ഇന്നത് പ്രത്യേകത ഒന്നും ഇല്ല കേട്ടോ, എല്ലാ കറിയോടും ഇഷ്ടമാണ്. പക്ഷെ ഈ ഒരു കറിയോട് പ്രത്യേകിച്ച് ഒരു ഇഷ്ടം കൂടുതലായിട്ട്. ഞാൻ ഒരു കാര്യം പറയാം, ഇത് വയ്ക്കുന്ന ഏത് കറി എനിക്ക് ഇഷ്ടം തന്നെയാണ്. ഇത് നോക്കിയേ കാണാനുള്ള ഒരു ഭംഗി, എന്താ രസം. നമ്മുടെ കാലത്ത് വെച്ച് ചീരക്കറി ആയിട്ട് എടുത്തോണേ, ചീരത്തോര കറിയല്ല. അടിപൊളിയാ. ഇതില്ലേ അത്ര സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന കറിയാട്ടാ. പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റും, അത്രക്ക് ഇഷ്ടാവും ചെയ്ത്. നോക്കിയേ
സൂപ്പർ അല്ലേ? അപ്പൊ എല്ലാവരും ഇത് വെച്ച് നോക്കിയോളാം. പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റും. പിന്നെ ചീരാര് തോരന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇതെന്ന് പറഞ്ഞാലേ ചീരത്തോരന്റെ നാളികേരം ചെരിയത് അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള ആക്കുമ്പോഴല്ലേ ഭയങ്കര രസാ. ചോറൊന്നും വേണമെന്നില്ല, ഇത് തന്നെ കഴിക്കാം.